ഹലോ. അപ്പം ഉച്ചയ്ക്ക് എല്ലാവരും ചോറൊക്കെ ഉണ്ടോ? കറിയൊക്കെ വെച്ചോ? എന്തായിരുന്നു കറി? നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് കണ്ണിയേല എന്തോ ആണ് ഇതിൻ്റെ പേര്. കണ്ണിയേല തിരിയാൻ എന്നൊക്കെ പറയും. അപ്പോൾ ഈ മീനാണ് കേട്ടോ കിട്ടിയത്. 1/2 കിലോ ഞാൻ വാങ്ങിച്ചത്. 8 മീനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെട്ടിയിട്ട് ഒന്ന് വറക്കാമെന്ന് വിചാരിച്ചു. കുഞ്ചുവിന് മീൻ വറുത്തത് മാത്രമേ കഴിക്കുള്ളൂ, കറി വെച്ചാൽ കഴിക്കില്ല. അപ്പോൾ മീൻ വറുത്ത് ഒരു തോരനും വെച്ചിട്ട് അത്രയും മതി. നമ്മളാകെ കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനിത് മുഴുവനൊന്നും വറക്കുന്നില്ല കേട്ടോ. ഇതിനകത്ത് ആകെ 4 എണ്ണം മാത്രമേ എടുത്ത് വറക്കുന്നുള്ളൂ. മാത്രമല്ല ഇപ്പോൾ സമയം കുറേ ആയി. വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിരുന്ന കാരണം സമയം പോയത് അറിഞ്ഞില്ല. ഏകദേശം എന്തോ 1 മണി എന്തോ ആവാറായിട്ടുണ്ട്. അപ്പം അത്യാവശ്യം ഒരു 4 മീൻ മാത്രം എടുത്തിട്ടൊന്ന് വൃത്തിയാക്കി നന്നായിട്ട് വരഞ്ഞ് കഴുകിയൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് വറക്കാം. അപ്പോൾ ഈ മീൻ വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കറി വെച്ചാലും നല്ല ടേസ്റ്റാണ്, വറുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലയൊക്കെ ചേർക്കാം. ഇപ്പോഴാണ് ഞാൻ സത്യം അറിഞ്ഞത്. മഞ്ഞൾപ്പൊടി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, തീരാറായി. അതുകൊണ്ട് ഞാൻ 1 സ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്തു. അപ്പോൾ അതിലെല്ലാം ഉണ്ടല്ലോ. പിന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലിയും ചേർത്തിട്ടുണ്ട്, എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു നാരങ്ങയുടെ ചെറിയൊരു കഷ്ണം നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഒരു ഇച്ചിരി അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അരിപ്പൊടി ചേർത്തിട്ട് വറക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ ഞാൻ മസാലയൊക്കെ പുരട്ടി എല്ലാം മിക്സ് ചെയ്ത് വെച്ചു. മിക്സ് ചെയ്ത് വെച്ചപ്പോഴാണ് അമ്മ എന്ന് പറഞ്ഞത് മഞ്ഞൾപ്പൊടി ഉണ്ടായിരുന്നു, അതിവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ കഴിയുമ്പോൾ ടിന്നിലേക്ക് എടുത്ത് ഇട്ടാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ ചിക്കൻ മസാല ചേർത്തു എന്ന് പറഞ്ഞിട്ട് ആൾക്ക് പറ്റുന്നില്ല. എന്നാൽ പിന്നെ ഞാൻ ശരിയെന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ല വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് നമ്മളുടെ മീനെല്ലാം പെറുക്കി വെച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ. നിങ്ങൾ ഈ പറഞ്ഞൊരു മസാലയിൽ ഫ്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുമാണ്, നല്ല സ്മെല്ലുമാണ്. അപ്പോൾ ഇത് കുഞ്ചുവിനാണ് കേട്ടോ ചോറെടുക്കുന്നത്. നമ്മളുടെ പറമ്പിലുണ്ടായ പയർ വെച്ചിട്ടുള്ള തോരൻ, പിന്നെ ഏതോ കടലിലെ മീൻ വറുത്തത്, കുറച്ച് മിൽമയുടെ തൈര്, ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. സമയം പോയത് കാരണം അമ്മ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ അവസാന നിമിഷം എല്ലാം കൂടെ തട്ടിക്കൂട്ടലായിരുന്നു. ഞാൻ നമ്മുടെ കുഞ്ചൂസിൻ്റെ അച്ചാറും കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെയാണ് ഉച്ചയ്ക്കത്തെ വിശേഷം.